കേരളത്തിന്റെ നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന മണൽക്ഷാമത്തിന് പരിഹാരമാകുന്നു. തുറമുഖത്ത് നിന്ന് നീക്കം ചെയ്യുന്ന ചെളിയും ഉപ്പുരസവും കലർന്ന മണൽ ആധുനിക സംവിധാനങ്ങളോടെ ശുചീകരിച്ച് വിപണിയിലെത്തിക്കുന്ന പദ്ധതി നവംബറിൽ യാഥാർത്ഥ്യമാകും. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി ഇന്ത്യയിൽ ഇതാദ്യമായാണ് നടപ്പിലാക്കുന്നത്. തുറമുഖം ഡ്രഡ്ജ് ചെയ്ത് ലഭിക്കുന്ന മണൽ ഉപ്പുരസവും ചെളിയും നീക്കം ചെയ്ത് നിർമ്മാണാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഗുണനിലവാരമുള്ള മണലാക്കി വിപണിയിൽ എത്തിക്കുന്നതാണ് പദ്ധതി. പൊന്നാനി തുറമുഖത്തു നിന്നാണ് ഇതിനായി മണൽ നീക്കം ചെയ്യുന്നത്. പിന്നീട് മറ്റു തുറമുഖങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. മണൽക്ഷാമം രൂക്ഷമായ കേരളത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതി പൊന്നാനി തുറമുഖത്ത് നിന്ന് മാറ്റുന്ന കപ്പൽച്ചാലുകളിൽ നിന്ന് മാറ്റുന്ന ഡ്രഡ്ജ് ചെയ്ത മണലുണ്ട്. ആ മണൽ ശുദ്ധീകരിച്ചിട്ട് ഗവൺമെൻറ്റിന് തന്നെ തിരിച്ചു കൊടുത്ത് ഗവൺമെൻറ്റാണ് പിന്നെ ഇത് വിൽക്കുന്നതും ഇതിൻ്റെ വില നിശ്ചയിക്കുന്നതുമൊക്കെ. നമ്മൾ ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് കോൺട്രാക്ടർ മാത്രമാണ്. കമ്മീഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത മാസം അവസാനത്തോടു കൂടി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റാണ് അത് ദിവസം നിശ്ചയിച്ച് കമ്മീഷൻ ചെയ്യുന്നതിന്. പരിസ്ഥിതി സൗഹാർദ്ദ മാലിന്യമുക്ത പദ്ധതിക്ക് ചങ്ങരകുളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ട്രേഡിംഗ് കമ്പനിയാണ് സർക്കാരുമായി കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. പദ്ധതിക്ക് ആവശ്യമായ 20 കോടി രൂപയും കമ്പനി മുടക്കും. മണൽ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതത്തിന്റെ 35% സർക്കാരിനും 65% കമ്പനിക്കും ലഭിക്കും. മണലിന്റെ വില നിശ്ചയിക്കാനുള്ള അധികാരവും സർക്കാരിനായിരിക്കും. തുറമുഖ വകുപ്പിന്റെ കർക്കശ നിരീക്ഷണങ്ങളോടെ കുറ്റിപ്പുറം കിൻഫ്ര പാർക്കിൽ പദ്ധതിക്കാവശ്യമായ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അനധികൃതവും അശാസ്ത്രീയവുമായ മണൽവാരലിലൂടെ നീർച്ചാലായി മാറിയ പുഴകളെ സംരക്ഷിക്കാൻ കഴിയുന്നു എന്നതിനൊപ്പം കേരളത്തിന്റെ നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന മണൽക്ഷാമത്തിനും പദ്ധതി പ്രവർത്തനമാകുന്നതോടെ പരിഹാരമാകും. തുറമുഖത്തും പ്ലാന്റിലുമായി 3000-ഓളം പേർക്ക് തൊഴിൽ ലഭ്യമാകും എന്നതും പദ്ധതിയുടെ പ്രത്യേകതയാണ്. കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന മണൽ ഓൺലൈൻ വഴിയും ബാങ്ക് വഴിയും ഉപഭോക്താക്കൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. നവംബർ അവസാനത്തോടെ പദ്ധതി നടപ്പിലാകുമെന്നാണ് പ്രതീക്ഷ. റിപ്പോർട്ടർ, മലപ്പുറം.